നമുക്കൊരു ട്രാഫിക് ഫൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇതിന്റെ പേയ്മെന്റ് നമുക്ക് ഓൺലൈൻ വഴി അടക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് സമയത്ത് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വിർച്വൽ കോർട്ടിലേക്ക് പോകും. ഈ വിർച്വൽ കോർട്ടിൽ നമുക്ക് ഒരു നിശ്ചിത സമയം നമുക്ക് അടക്കാൻ സാധിക്കും. വിർച്വൽ കോർട്ടിൽ നിന്നും നമ്മൾ സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അത് നമ്മുടെ സാധാരണ ലോക്കൽ കോർട്ടിലേക്ക്, ഈ ലോക്കൽ കോർട്ടിൽ ഇപ്പോൾ ഈ പേയ്മെന്റ് വാങ്ങിക്കുന്നില്ല. പല ആളുകളും ഇതെന്ത് ചെയ്യും എന്നറിയാതെ പ്രയാസപ്പെടുക. ഇത് നമുക്ക് ഉള്ള പോംവഴി എന്ന് പറയുന്നതിനാൽ RTO ആയി ബന്ധപ്പെട്ട രണ്ട് തരം ഫൈനുകളാണ് ഉണ്ടാകുക. ഒന്ന് RTO ആയി ബന്ധപ്പെട്ട ഫൈൻ ഉണ്ടാവും, മറ്റൊന്ന് പോലീസിന്റെ ഫൈൻ ഉണ്ടാവും. പോലീസ് ചുമത്തിയ ഫൈൻ ആണെങ്കിൽ നമ്മൾ അതാത് ജില്ലയിലെ SP ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അവിടെ ഇതിന്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. അവർ ഒന്നുകിൽ ഇത് നമുക്ക് ഓൺലൈനിലേക്ക് മാറ്റിത്തരും, വീണ്ടും അടയ്ക്കുവാനുള്ള ഒരവസരം തരും. ഇല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് പേയ്മെന്റ് അടച്ചുകൊണ്ട് ഈ ഒരു ഫൈൻ അവിടെ തീർക്കാം. ഇനി RTOയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതാത് RTOയെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇത് അടയ്ക്കുവാനോ അല്ലെങ്കിൽ അവർ ഓൺലൈനിലേക്ക് മാറ്റിത്തരുകയോ ചെയ്യും. ഓൺലൈനിലേക്ക് മാറ്റി തന്നാൽ നമുക്ക് ഓൺലൈൻ വഴി ഇതിന്റെ പേയ്മെന്റ് അടക്കാം. പല ആളുകളും ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് തീരട്ടെ. ഫൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേ സമയത്ത് തന്നെ അടച്ചു തീർത്താൽ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കും.